ഇതൊരു ലക്നൗ 49 എന്നൊരു പേരിൽ നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് ലക്നൗ 49 ആണ്. ഇതിലേക്ക് നമ്മൾ പലതും മൾട്ടി ചെയ്തിട്ടുണ്ട്. ഇത് തായ് പിങ്കാണ്, ഹോം ഗ്രൗണ്ട്. ഇത് ജപ്പാൻ ഗുവ ഉണ്ട്. അർക്ക കിരണാണ് ഈ കാണുന്നത്. ഈ പൂത്ത് നിൽക്കുന്നത് അർക്ക കിരണാണ്. അങ്ങനെ ഒരു 3-4 വെറൈറ്റി പേരകൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഫെയിലായി പോയിട്ടുണ്ട്. ഇത് VNR ഫെയിലായതാണ്. ഇത് ഹോം ഗ്രൗൺ HG ഗുവ, അത് ഫെയിലായി പോയതാണ്. ഇത് ജപ്പാൻ സക്സസ് ആയതാണ്. ജപ്പാന് നല്ല വളർച്ചയാണ്, പെട്ടെന്ന് പൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കായപിടുത്തം കുറച്ച് ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ. പൊതുവെ കുറവാണ് കായപിടുത്തം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ വലിയ കായ്ക്കാത്തയും രുചിയില്ലാത്തതുമായ പേരയോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു തൈയിൻ്റെ ടോപ്പ് ഇതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നേരെ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പുകൾ മുളച്ചു വരും. കണ്ടോ, ഒത്തിരി കമ്പുകൾ മുളച്ചു വരും. ഈ കമ്പുകളൊക്കെ നമുക്ക് V ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സൗകര്യാർത്ഥം സമയം കിട്ടുമ്പോൾ V ഗ്രാഫ്റ്റ് ചെയ്യാം. അത് നല്ലൊരു മെത്തേഡാണ്. നമുക്ക് എപ്പോഴാണോ സയൻസ് കിട്ടുന്നത് അപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പേരയുടെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത വല്ല തൈകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെട്ടി മൾട്ടി ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചെയ്തിട്ട് അധികം ആയില്ല, ഒരു 8 മാസം ഒക്കെ ആയി വരുന്നുള്ളൂ. പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു പേര ഏകദേശം ഒരു പുതിയ ഷൂട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് 2 ഷൂട്ടുകൾ വന്നു. ഇത് ഏകദേശം ഒരു 8 ഇഞ്ച് 10 ഇഞ്ചൊക്കെ ആകുമ്പോഴാണ് ഇതിൽ ഫ്ലവർ വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഏകദേശം കണ്ടോ, ഇവിടെ നിന്ന് ഒരു 8 ഇഞ്ച് ലെവലിലൊക്കെ വരുമ്പോൾ ഫ്ലവർ വന്നു. ഒരു 10 ഇഞ്ച് ഇത്രയും പോയി, ഒത്തിരി നീളത്തിൽ പോയി ഫ്ലവർ വന്നിട്ടില്ലെങ്കിൽ കണ്ടോ, ഇതൊക്കെ ഒത്തിരി നീളത്തിൽ പോയി ഫ്ലവർ വന്നില്ല. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ബ്രാഞ്ച് വരും. അങ്ങനെ വരുന്ന പുതിയ ബ്രാഞ്ചിലാണ് ഇതിലെന്ത് വരിക, ഫ്ലവേഴ്സ് വരിക. അങ്ങനെയാണ് കായപിടുത്തം ഉണ്ടാവുക. ഇത് കണ്ടോ, ഇത് വളരെ വലുതായി, 8 ഇഞ്ചും 10 ഇഞ്ചൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിൽ ഇനി ഫ്ലവർ വരാനുള്ള ചാൻസുകൾ കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കട്ടർ കയ്യിലില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പുതിയ ഷൂട്ട് വരും. അവിടെ എന്ത് വരും, നിങ്ങൾക്ക് പുതിയ ഫ്ലവേഴ്സൊക്കെ വന്ന് പുതിയ കായ പിടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടാവും. പിന്നെ പേരക്കൊക്കെ മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് മീലി ബഗ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പേരയിൽ വരുന്നത്. അതിനനുസരിച്ചുള്ള മരുന്നുകൾ അടിച്ചു കൊടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ടാറ്റ മാണിക് എന്ന് പറഞ്ഞ മരുന്നിന് ഫലപ്രദമാണ്. അല്ലെങ്കിൽ മറ്റുള്ള ഇൻസെക്ടിസൈഡുകളൊക്കെ ഫലപ്രദം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിന് പല വെറൈറ്റി പേരകൾ വൈകാതെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.